നമസ്കാരം വാടയൂർ. സുഖാണോ എല്ലാവർക്കും? ഒരു വലിയ സന്തോഷത്തിന്റെ ദിവസത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വ്യത്യസ്തമുള്ള നല്ലൊരു അന്തരീക്ഷം നമ്മൾക്ക് സമ്മാനിച്ചുകൊണ്ട് ഇന്നലെയും ഇന്നും വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരി നല്ല കലാവിരുന്നുകൾ നമ്മൾക്ക് സമ്മാനിച്ച് നമ്മുടെ വാടയൂർ കൾച്ചറൽ ഫോറം ഒരു ഗംഭീര കൈയ്യടി നമ്മുടെ സംഘാടകർക്ക് പ്രത്യേകിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഒരു മണ്ണിനെ സ്നേഹിച്ചുകൊണ്ട് ഒപ്പം അർഹതപ്പെട്ടവർക്ക് എന്നും അംഗീകാരങ്ങൾ മാത്രം നൽകി അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ നിറസാന്നിധ്യമായിക്കൊണ്ട് ഈ ഒരു വാടയൂരിന്റെ മണ്ണിൽ എന്നും ഒരു കിടാവിളക്ക് പോലെ പ്രകാശം വരുത്തുന്ന നമ്മുടെ പ്രഗത്ഭനായ വാടയൂർ കൾച്ചറൽ ഫോറത്തിന്റെ കർമ്മധീരനായ പ്രഗത്ഭനായ സെക്രട്ടറി സുധീഷ്, അതുപോലെ പ്രസിഡന്റ് ഹാരിസ്, ട്രഷറർ നമ്മുടെ സ്വന്തം ഹനീഫ, തീർച്ചയായിട്ടും മറ്റു എല്ലാവരെയും സ്നേഹപൂർവ്വം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മൾക്കറിയാം ജീവകാരുണ്യ പ്രവർത്തനം ഇവിടെയും നിലയ്ക്കുന്നില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് മനോഹരമായിട്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാം നമ്മൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അജിഷക്ക് ഒരു വീട് എന്ന പദ്ധതി നമ്മൾ ആരും മറന്നു പോകരുത്. വീടെന്ന 4 ചുമരുകൾക്കുള്ളിൽ തങ്ങളുടെ കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു സമൂഹത്തിനെ എന്നും കൺമുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ വാടയൂർ കൾച്ചറൽ ഫോറം VCF അവരുടെ ജീവകാരുണ്യ പ്രവർത്തന ചൈത്രയാത്ര തുടരുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും സഹകരിക്കുക. അജിഷക്ക് ഒരു വീട് എന്ന പദ്ധതിയിലേക്ക് ഒരുപാട് ഓഡിയൻസ് സഹകരിച്ചിട്ടുണ്ട്. ഇനിയും നമ്മുടെ സംഘാടകരുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. എന്നും പുതുമകൾ മാത്രം സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വാടയൂരിന്റെ ഇന്നത്തെ മനോഹരമായിട്ടുള്ള മൻസൂർ ക്ലിനക്കോട് നടിക്കുന്ന തീർച്ചയായിട്ടും മിഷൽ മർഹബയുടെ സംഗീത വിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരുപാട് ഇതളുകൾ സമ്മാനിച്ച് മതസൗഹാർദ്ദത്തിന്റെ ഒരുപിടി നല്ല മുഹൂർത്തങ്ങൾ എന്നും സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ മണ്ണിലേക്ക് ഞങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും വരാൻ കഴിഞ്ഞതിൽ വലിയൊരു സന്തോഷം തന്നെ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾക്ക് അറിയിക്കുന്നു. വേദിയിലേക്ക് നമ്മുടെയൊക്കെ മനസ്സ് കീഴടക്കിക്കൊണ്ട് മതസൗഹാർദ്ദ ഗാനവുമായി വേദിയിലേക്ക് വരുന്നു. എന്നും പുതുമകൾ മലയാളികൾക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന കലാഭവൻ. തീർച്ചയായിട്ടും കലാഭവൻ എന്ന പേര് നമ്മൾക്ക് തീർച്ചയായിട്ടും കേൾക്കുമ്പോൾ നമുക്കറിയാം കലാഭവനിലൂടെ വന്നവരൊക്കെ അധിക പേരും സിനിമയിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ജിത്തു കലാഭവൻ ആദ്യ മതസൗഹാർദ്ദ ഗാനവുമായി വേദിയിലേക്ക് നൽകണം.